കൊല്ലത്തെ വിഭജികയുടെയും കുഞ്ഞിന്റെയും മരണത്തിൽ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ് യുവതിയുടെ കുടുംബം. 2 മരണവും കൊലപാതകമെന്ന സംശയം. മൃതദേഹം നാട്ടിലെത്തിക്കാൻ കോടതി ഇടപെടൽ വേണമെന്ന ആവശ്യം കൂടി കുടുംബം അറിയിച്ചിട്ടുണ്ട്. രേഷ്മ ബാബു ചേരുകയാണ് വിവരങ്ങളുമായി. രേഷ്മ, എന്തൊക്കെയാണ് ഹർജിയിലെ ആവശ്യം? വിഭജികയുടെയും കുഞ്ഞിൻ്റെയും മൃതദേഹം നാട്ടിലേക്ക് എത്തിക്കുന്നതിനെ ചൊല്ലിയുള്ള തർക്കങ്ങളും വാർത്തയും ഒക്കെ കഴിഞ്ഞ ദിവസങ്ങളിലും ഇടം പിടിച്ചിരുന്നു. അതിൽ കുഞ്ഞിൻ്റെ മൃതദേഹം നാട്ടിലേക്ക് എത്തിക്കാൻ ധാരണയായിട്ടുണ്ട്. മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ്റെ ഇടപെടലിലൂടെ ഇതിന് കഴിഞ്ഞു. ഇനി ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഹൈക്കോടതിയിൽ ഹർജി നൽകിയിരിക്കുകയാണ് യുവതിയുടെ കുടുംബം. ഈ 2 മരണവും കൊലപാതകമെന്നുള്ള സംശയമാണ് ഹർജിയിലൂടെ യുവതിയുടെ കുടുംബം ആരോപിച്ചിരിക്കുന്നത്. മാത്രമല്ല, വിഭജികയുടെ കൂടി മൃതദേഹം നാട്ടിലേക്ക് എത്തിക്കാനായി കോടതി ഇടപെടണമെന്നുള്ള ആവശ്യം കൂടി ഹർജിയിൽ ഉന്നയിക്കുന്നുണ്ട് കുടുംബം. രേഷ്മ, ഈ ഹർജിയിലെ ആവശ്യങ്ങൾ എന്തൊക്കെ? വിഭജികയുടെയും കുഞ്ഞിന്റെയും മരണത്തിൽ കോടതിയുടെ ഇടപെടൽ ആവശ്യപ്പെട്ടുകൊണ്ട് തന്നെയാണ് വിഭജികയുടെ കുടുംബം നിലവിൽ ഹൈക്കോടതിയിൽ ഹർജി നൽകിയിരിക്കുന്നത്. ഈ ഹർജി അടിയന്തരമായിട്ട് പരിഗണിക്കണമെന്നുള്ള ഒരു ആവശ്യം അഭിഭാഷകൻ ഇന്ന് രാവിലെ കോടതി തുടങ്ങിയ സമയത്ത് ഉന്നയിച്ചിരുന്നു. അത് പരിഗണിക്കാമെന്ന് കോടതി പറയുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇന്ന് തന്നെ ഒരുപക്ഷെ ഹൈക്കോടതി ഈ ഹർജി പരിഗണിച്ചേക്കുമെന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത്. പ്രധാനമായിട്ടും ഈ യുവതിയുടെ കുടുംബം ഉന്നയിക്കുന്ന ഒരു ആവശ്യം എന്ന് പറയുന്നത്, ഈ 2 മൃതദേഹങ്ങളും നാട്ടിലെത്തിക്കാനായിട്ട് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും നിർദ്ദേശം കേന്ദ്ര സർക്കാരിന് നൽകണം, കോൺസുൽ ജനറലിനടക്കം ഇതുമായി ബന്ധപ്പെട്ട് നിർദ്ദേശം നൽകണമെന്നുള്ളതാണ് പ്രധാന ഒരു ആവശ്യമായിട്ട് ഹർജിയിൽ വിഭജികയുടെ കുടുംബം ഉന്നയിച്ചിരിക്കുന്നത്. വിഭജികയുടെ അമ്മയുടെ സഹോദരിയാണ് ഹൈക്കോടതിയിൽ ഹർജി നൽകിയിട്ടുള്ളത്. ആ അമ്മയും സഹോദരനും അടക്കം നിലവിൽ ഷാർജയിലുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ നിയമപരമായിട്ടുള്ള കാര്യങ്ങളിൽ തന്നെ ഏർപ്പെടുത്തിയിരിക്കുന്നു എന്നാണ് ഈ ഹർജിക്കാരി പറഞ്ഞിട്ടുള്ളത്. 2 മരണങ്ങളും സംഭവിച്ചിരിക്കുന്നതിൽ ചില ദുരൂഹതകൾ ബാക്കിയുണ്ട്. കൊലപാതകമാണോ എന്നതടക്കമുള്ള സംശയങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മൃതശരീരങ്ങൾ ഇവിടേക്ക് കൊണ്ടുവന്ന് സംസ്കരിക്കാനായിട്ടുള്ള നടപടികൾ ഉണ്ടാകണം. മാത്രവുമല്ല, നിലവിൽ ചില നടപടികളൊക്കെ തന്നെ പുരോഗമിക്കുന്നുണ്ട്. പക്ഷെ അതിൽ ഒന്നും തങ്ങൾക്ക് ഒരു വിശ്വാസമില്ല. അതുകൊണ്ട് കേന്ദ്ര സർക്കാരിനോടും കോൺസുൽ ജനറലിനോടും ഇക്കാര്യത്തിൽ കൃത്യമായിട്ടുള്ള ഇടപെടൽ നടത്തണമെന്നുള്ള നിർദ്ദേശം ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് നൽകണമെന്നാണ് ഹർജിയിൽ പറയുന്നത്. അത് മാത്രവുമല്ല, ഈ വിശദമായിട്ടുള്ള അന്വേഷണം ഈ മരണവുമായി ബന്ധപ്പെട്ട് നടത്താനായിട്ടുള്ള ഒരു ഇടപെടലും ഹൈക്കോടതി നടത്തണമെന്നുകൂടി പറയുകയും ചെയ്യുന്നുണ്ട്. ഇക്കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് വിഭജികയും കുഞ്ഞും മരിച്ചതായിട്ടുള്ള വിവരം ബന്ധുക്കൾക്ക് ലഭിക്കുന്നത്. 2 പേരുടെയും തൂങ്ങി മരണം, അതായത് കുഞ്ഞിനെ കൊന്നതിന് ശേഷം വിഭജിക തൂങ്ങി മരിക്കുകയായിരുന്നുവെന്നാണ് പ്രാഥമികമായിട്ടുള്ള വിവരം. പക്ഷേ ഇക്കാര്യത്തിൽ വലിയ രീതിയിലുള്ള ആക്ഷേപങ്ങളും സംശയങ്ങളും വിഭജികയുടെ കുടുംബം തന്നെ ഉന്നയിച്ചിട്ടുണ്ട്. കാരണം ഭർത്താവായിട്ടുള്ള നിതീഷും അതോടൊപ്പം തന്നെ ഭർത്തൃ വീട്ടുകാരും നിരന്തരം ശാരീരികമായിട്ടും അല്ലാതെയും വിഭജികയെ പീഡിപ്പിച്ചിരുന്നു, മാനസികമായിട്ടും പീഡിപ്പിച്ചിരുന്നു എന്നുള്ളതാണ് നിലവിൽ കുടുംബം ഉന്നയിച്ചിട്ടുള്ള ആക്ഷേപം. അതുകൊണ്ട് തന്നെ ഈ മരണത്തിന് പിന്നിൽ ഈ ഭർത്തൃ വീട്ടുകാരുണ്ട്. ഇതിന്റെ സംശയങ്ങൾ ദൂരീകരിക്കപ്പെടണമെന്നും ഈ ഹർജിയിൽ ആവശ്യമായിട്ട് ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട്. എന്തായാലും ഹർജി ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ച് ഇന്ന് തന്നെ പരിഗണിക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. അനു.